നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ജ്യോതിഷ വീഡിയോ കുംഭം രാശിക്കാർക്ക്, അതായത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 2026 മെയ് മാസത്തിലെ ഫലപ്രവചനങ്ങളാണ്. മെയ് 2026 കുംഭം രാശിക്കാർക്ക് എങ്ങനെയുണ്ടാകുമെന്നതിനെ കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ എല്ലാ വിഷയങ്ങളിലും വളരെ വിശദമായി നൽകുന്നു. നിങ്ങളുടെ ജന്മരാശി കുംഭമാണ്. രാഹു നിങ്ങളുടെ 1-ാം ഭാവത്തിലാണ്. 2026 ഡിസംബർ വരെ രാഹു അവിടെ തന്നെയുണ്ടാകും. 2-ാം ഭാവത്തിൽ ശനിയും ചൊവ്വയും, 3-ാം ഭാവത്തിൽ സൂര്യനും ബുധനും, 4-ാം ഭാവത്തിൽ ശുക്രനും, 5-ാം ഭാവത്തിൽ വ്യാഴവും, 7-ാം ഭാവത്തിൽ കേതുവും സ്ഥിതി ചെയ്യുന്നു. നമുക്കാദ്യം നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാം. ജ്യോതിഷപ്രകാരം നമ്മുടെ ജാതകത്തിലെ 1-ാം ഭാവം എന്നത് വളരെ നിർണായകമാണ്. നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി, മനസ്സിന്റെ കരുത്ത്, നമ്മുടെ സ്വഭാവം, വ്യക്തിത്വം എന്നിവയെല്ലാം ഈ ഭാവത്തെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത്. നിലവിൽ നിങ്ങളുടെ 1-ാം ഭാവത്തിൽ അഥവാ ജന്മരാശിയിൽ രാഹുവാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ജന്മരാശിയുടെ അധിപനായ ശനി ഇപ്പോൾ 2-ാം ഭാവത്തിലാണ് വരുന്നത്. രാഹു 1-ാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് വലിയ ഗുണകരമായ ഒരു കാര്യമാണ്. ഇത് നിങ്ങളുടെ ബുദ്ധിശക്തിയെ വല്ലാതെ വർദ്ധിപ്പിക്കും. നിങ്ങൾ കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഗ്രഹിക്കുന്നവരും തന്ത്രപൂർവം ചിന്തിക്കുന്നവരുമായിരിക്കും. നിങ്ങൾക്കിപ്പോൾ 7.5 ശനിയുടെ അവസാന ഘട്ടമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില തടസ്സങ്ങൾ സ്വാഭാവികമാണ്. രാഹുവും ശനിയും വിരുദ്ധമായ സ്വാധീനങ്ങളാണ് ചെലുത്തുന്നത്. രാഹു പല കാര്യങ്ങളും വളരെ വേഗത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ശനി അത് പതുക്കെയാക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് കാരണം നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് നടക്കാതെ വൈകിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളിൽ ചെറിയ തോതിൽ നിരാശയുണ്ടാക്കിയേക്കാം. ശാരീരികമായി വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല എന്നത് ആശ്വാസകരമാണ്. എങ്കിലും ചില കാര്യങ്ങളിൽ ജാഗ്രത വേണം. മെയ് 15 മുൻപുള്ള കാലയളവിൽ ചർമ്മ സംബന്ധമായ അണുബാധകൾ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ചർമ്മത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. നിങ്ങളുടെ മുഖസൗന്ദര്യത്തിനും ചർമ്മ സംരക്ഷണത്തിനുമായി നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിച്ചേക്കാം. പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. വൃത്തിഹീനമായ സാഹചര്യം വയറിന് അസ്വസ്ഥതകളോ മറ്റ് ദഹന പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ കാരണമായേക്കാം. ലളിതമായ ആഹാര രീതി പിന്തുടരുന്നതാണ് ഈ സമയത്ത് ഉചിതം. നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, വിദ്യയുടെയും അറിവിന്റെയും ഗ്രഹമായ വ്യാഴം ഇപ്പോൾ നിങ്ങളുടെ 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ജ്യോതിഷത്തിൽ 5-ാം ഭാവം എന്നത് ബുദ്ധിശക്തിയെയും വിദ്യയെയും സൂചിപ്പിക്കുന്ന ഇടമാണ്. അവിടെ വ്യാഴം നിൽക്കുന്നത് നിങ്ങൾക്ക് ആഴത്തിലുള്ള അറിവ് ലഭിക്കാൻ സഹായിക്കും. കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനും പഠനത്തിൽ മുന്നിലെത്താനും ഈ ഗ്രഹനില നിങ്ങളെ സഹായിക്കുന്നു. ബുധൻ 3-ാം ഭാവത്തിൽ നിൽക്കുന്നതും ചൊവ്വ 5-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നതും നിങ്ങൾക്ക് വലിയൊരു മാനസിക ഊർജം നൽകുന്നുണ്ട്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിച്ചാൽ വലിയൊരു സിലബസ് പോലും വളരെ കുറഞ്ഞ സമയം കൊണ്ട്, ഒരുപക്ഷെ ഒരു ദിവസം കൊണ്ട് തന്നെ പഠിച്ചു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഏകാഗ്രതയും വേഗതയും ഇപ്പോൾ വളരെ കൂടുതലായിരിക്കും. പഠനത്തിൽ നിങ്ങൾ മിടുക്കരാണെങ്കിലും ഈ സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. രാഹുവിന്റെയും ചൊവ്വയുടെയും സ്വാധീനം കാരണം നിങ്ങളുടെ ഉള്ളിൽ അമിതമായ ആത്മവിശ്വാസം വരാൻ സാധ്യതയുണ്ട്. എനിക്കെല്ലാം അറിയാം, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെക്കാൾ ബുദ്ധിമാനാണ് എന്ന രീതിയിലുള്ള അഹങ്കാരം നിങ്ങളുടെ മനസ്സിൽ കടന്നുകൂടാം. ഇത്തരം ചിന്തകൾ പഠനത്തിലുള്ള നിങ്ങളുടെ ശ്രദ്ധ കുറക്കാൻ കാരണമാകും. അതിനാൽ അറിവ് വർദ്ധിക്കുമ്പോഴും വിനയത്തോടെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ സമയമാണിത്. പുതിയ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാനോ പഠിക്കുന്ന സ്ഥാപനം മാറാനോ കൂടുതൽ മെച്ചപ്പെട്ട ട്യൂഷനോ കോച്ചിങ്ങോ തിരഞ്ഞെടുക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മടിച്ചു നിൽക്കേണ്ടതില്ല. വ്യാഴത്തിന്റെ പൂർണ്ണമായ അനുഗ്രഹം നിങ്ങൾക്കുള്ളതുകൊണ്ട് ഇത്തരം മാറ്റങ്ങൾ നിങ്ങളുടെ ഭാവിക്ക് ഗുണകരമായി ഭവിക്കും. നിങ്ങളുടെ ഗ്രഹനിലയിൽ വിവാഹത്തെയും പങ്കാളിയെയും സൂചിപ്പിക്കുന്ന 7-ാം ഭാവത്തിലാണ് ഇപ്പോൾ കേതു നിൽക്കുന്നത്. ജ്യോതിഷപ്രകാരം കേതു ഒരു അകൽച്ചയുടെ ഗ്രഹമാണ്. 2026 ഡിസംബർ വരെ കേതു ഈ സ്ഥാനത്ത് തന്നെ തുടരും. ഇതിന്റെ ഫലമായി പങ്കാളിയുമായി മാനസികമായോ ശാരീരികമായോ ഒരു അകൽച്ച അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്.
പലപ്പോഴും പങ്കാളിയോട് ഒരു പ്രത്യേകതരം മടുപ്പോ താല്പര്യക്കുറവോ ഈ സമയത്ത് തോന്നിയേക്കാം. കേതുവിന്റെ ഈ സാന്നിധ്യം നിങ്ങളെ കുറച്ചധികം വിമർശനാത്മകമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്കായി എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ഭംഗിയാക്കിയാലും അതിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ കുറവ് കണ്ടെത്താൻ നിങ്ങളുടെ മനസ്സ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന്, അവർ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ പോലും ഇതിനേക്കാൾ നന്നായി മറ്റൊന്നുണ്ടാക്കാമായിരുന്നല്ലോ എന്ന രീതിയിലുള്ള ചിന്തകൾ വരാം. ഇത് പങ്കാളിക്ക് മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും. ഈ കാലയളവിൽ നിങ്ങളുടെ പങ്കാളിക്ക് അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ തിരക്കുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായ പുതിയ ഉത്തരവാദിത്തങ്ങളോ അല്ലെങ്കിൽ വിദേശത്തോ ദൂരസ്ഥലങ്ങളിലോ പോകേണ്ടി വരുന്ന യാത്രകളോ അവർക്കുണ്ടായേക്കാം. അവർ സ്വന്തം തിരക്കുകളിൽ മുഴുകുന്നത് നിങ്ങളെ അവഗണിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ഇത് സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. 2026 ഡിസംബർ വരെ ഈ ഒരു അവസ്ഥ നിലനിൽക്കാൻ സാധ്യതയുള്ളതിനാൽ ദാമ്പത്യത്തിൽ കൂടുതൽ ക്ഷമ കാണിക്കേണ്ടതുണ്ട്. അനാവശ്യമായി പങ്കാളിയെ കുറ്റപ്പെടുത്തുന്നത് ഒഴിവാക്കുകയും അവരുടെ ജോലിയിലെ തിരക്കുകളെ മനസ്സിലാക്കി അവർക്ക് പിന്തുണ നൽകുകയും ചെയ്യുക. പരസ്പരം സംസാരിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തുന്നത് ഈ അകൽച്ച കുറയ്ക്കാൻ സഹായിക്കും. നിങ്ങളുടെ ഗ്രഹനിലയിൽ ഭാഗ്യത്തെയും ദൈവാനുഗ്രഹത്തെയും സൂചിപ്പിക്കുന്ന 9ാം ഭാവത്തിന്റെ അധിപൻ ശുക്രനാണ്. ഈ ശുക്രൻ ഇപ്പോൾ നിങ്ങളുടെ 4ാം ഭാവത്തിലാണ് നിലകൊള്ളുന്നത്. ഇത് വളരെ ശുഭകരമായ ഒരു ലക്ഷണമാണ്. മെയ് 14 മുൻപുള്ള സമയം നിങ്ങൾക്ക് വളരെ സവിശേഷമാണ്. ഈ കാലയളവിൽ മാളവ്യ രാജയോഗം എന്ന ശക്തമായ രാജയോഗം നിങ്ങളുടെ ജാതകത്തിൽ തെളിയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങൾ നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം പാഴാക്കരുത്. സ്വർണം വാങ്ങുന്നതിനോ ഭൂമിയിലോ വീടിലോ പണം മുടക്കുന്നതിനോ ഈ സമയം വളരെ അനുയോജ്യമാണ്. പുതിയ വാഹനം വാങ്ങാനോ വീട് പണി തുടങ്ങാനോ ഉള്ള ശുഭകാര്യങ്ങൾ മെയ് 14 മുൻപ് ചെയ്യുന്നത് മികച്ച ഫലം നൽകും. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ മെയ് മാസത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഊർജ്ജസ്വലതയുടെ ഗ്രഹമായ ചൊവ്വ മെയ് 11 ശേഷം മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഈ തീയതിക്ക് മുൻപ് ജോലിസ്ഥലത്ത് അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. മേലുദ്യോഗസ്ഥരോടോ സഹപ്രവർത്തകരോടോ സംസാരിക്കുമ്പോൾ വാക്കുകളിൽ വലിയ നിയന്ത്രണം വേണം. ദേഷ്യം കാരണം ജോലിയിൽ പ്രശ്നങ്ങൾ വരാതെ നോക്കണം. മെയ് 11 ശേഷം കരിയറിൽ വളരെ നല്ല വാർത്തകൾ നിങ്ങളെ തേടിയെത്തും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ജോലിയിൽ കൂടുതൽ പ്രയത്നിക്കാനുള്ള ഊർജം ലഭിക്കുകയും ചെയ്യും. അർഹമായ സ്ഥാനക്കയറ്റത്തിനോ അംഗീകാരത്തിനോ ഈ സമയം വഴിതെളിക്കും. ബിസിനസ് നടത്തുന്നവർക്കും ഈ മാസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ബിസിനസ്സിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നത് മെയ് പകുതിക്ക് ശേഷമായിരിക്കും. ഗ്രഹനിലകൾ ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട് പുതിയ കരാറുകളിൽ ഏർപ്പെടാനോ ബിസിനസ് വിപുലീകരിക്കാനോ ഈ സമയം ഉപയോഗിക്കാം. മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാനും പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടാനും ഈ കാലയളവ് സഹായിക്കും. നിങ്ങളുടെ ഗ്രഹനിലയിലുള്ള ദോഷങ്ങൾ അകറ്റാനും വരാനിരിക്കുന്ന നല്ല മാറ്റങ്ങളെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനും ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കിപ്പോൾ 7.5 ശനിയുടെ കാലഘട്ടമായതുകൊണ്ട് തന്നെ ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ പ്രധാനമാണ്. ശനീശ്വര സ്തോത്രം ദിവസവും 108 തവണ ജപിക്കുക. ഇത് ശനിദോഷം മൂലമുണ്ടാകുന്ന തടസ്സങ്ങൾ നീങ്ങാനും മനസ്സിന് ശാന്തി നൽകാനും സഹായിക്കും. വൈകുന്നേരങ്ങളിൽ ഈ മന്ത്രം ജപിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്. ബുദ്ധിശക്തിയുടെയും വിനിമയത്തിന്റെയും ഗ്രഹമാണ് ബുധൻ. പഠനത്തിൽ ശ്രദ്ധ കൂടാനും പ്രണയബന്ധങ്ങളിൽ തടസ്സങ്ങൾ മാറാനും ബുധനെ പ്രീതിപ്പെടുത്താം. ദിവസവും ബുധസ്തോത്രം ഭക്തിയോടെ ജപിക്കുന്നത് ശീലമാക്കുക. ഇത് നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും മറ്റുള്ളവരോട് കൂടുതൽ വ്യക്തതയോടെ സംസാരിക്കാനും സഹായിക്കും. കരിയറിലോ വ്യക്തിജീവിതത്തിലോ ഉള്ള തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ വേഗത്തിൽ നടക്കാൻ ഇത് സഹായിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് നിങ്ങളുടെ വരും മാസങ്ങളെ കൂടുതൽ സുഗമമാക്കും. വീഡിയോയിലെ ഈ കാര്യങ്ങൾ ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലെ കൂടുതൽ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.